പെരുന്നാൾ ബീഫും കൂട്ടി ഉമ്മ ഉണ്ടാക്കുന്ന അടിപൊളി ചോറ് കഴിച്ചിരുന്നപ്പോൾ സുഫിയാനിക്കാൻ എയർപോർട്ടിൽ വിടാന്ന് പറഞ്ഞൊരു വിളി വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സുഫിയാനിക്ക, നമ്മുടെ തമീമിന്റെ സ്വന്തം ഇക്കാക്ക. അപ്പുറത്തിരിക്കുന്ന ഉമേർ വിത്ത് ആറ്റിറ്റ്യൂഡ്. എന്നാ പിന്നെ കാര്യത്തിലോട്ട് നടക്കാം. പോകുന്ന വഴി നല്ല അടിപൊളി ബജിയും ചമ്മന്തിയും കഴിച്ചു കേട്ടോ. പിന്നെ ഒരു ചായ അങ്ങോട്ട് കുടിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് എത്തി. സുഫിയാനിക്കാനെ യാത്രയാക്കി വിട്ടു കേട്ടോ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ എറണാകുളത്ത് പഠിച്ച സമയത്ത് പണ്ട് താമസിച്ച മുറിയിലത് പോയിട്ടോ സൽമാനെ അമീനൊന്ന് കാണാലോ. ഒരു വർഷത്തെ കോഴ്സ് എടുത്ത് എറണാകുളത്ത് വന്നു. അടുത്തിട്ട് 5 മാസമായപ്പോ ഞങ്ങൾ നിർത്തിയിട്ട് പോയി. ആ നൊസ്റ്റാൾജിയൊക്കെ പറഞ്ഞോണ്ടിരിക്കും കേട്ടോ അവന്മാര്. ഇപ്പൊ അമീ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും പോയി. അങ്ങനെ വെറൈറ്റി ആയിട്ട് എങ്ങോട്ട് കറങ്ങാൻ പോകാൻ ആലോചിച്ചാലോ. അങ്ങനെ വെറൈറ്റി ആയിട്ട് ലുലുമാളി പോകുന്ന വിചാരിച്ചു. ഇപ്പോഴാണ് എറണാകുളമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്നത്. നേരത്തെ ട്രോമ അങ്ങനെ നമ്മളൊരു അടിപൊളി വിന്റേജ് പള്ളി കയറി മകരീവ് കൊണ്ട് നിസ്കരിച്ചു കിട്ടും. എന്തായാലും നിസ്കാരം കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ളൂ. അപ്പൊ അതേ പള്ളി കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് അടിപൊളി ചായ കിട്ടുന്നു കേട്ടോ. അങ്ങനെ ആ ചായം കുടിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങി. പള്ളി ഏതാന്ന് വെച്ചാൽ എടപ്പള്ളി യുവാ മസ്ജിദ്. അങ്ങനെ നമ്മൾ നടന്ന് ലുലുമാളി എത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തോണ്ട് നട കയറിയപ്പം ഇതേതാ ഉമ്മാരെന്ന് ആലോചിച്ചിട്ട് കുഞ്ഞു വെച്ച് നമ്മൾ നോക്കുന്നുണ്ട്. ഒരു മിറർ സെൽഫി എടുത്തോണ്ട് നേരെ ഇലക്ട്രോണിക്സിനെ അങ്ങോട്ട് കയറി കേട്ടോ. ഒന്നും മേടിക്കാനൊന്നുമില്ല, വെറുതെ സെൽഫി എടുക്കാൻ വന്നേക്കുന്നത് കണ്ടോ, ഒളിച്ച് സെൽഫി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ ബുക്ക് സ്റ്റാളിലോട്ട് പോയി കേട്ടോ. വേറെ ഒന്നുമില്ല, ചുമ്മാ 2-3 ഫോട്ടോ എടുക്കാൻ. ആ ആനപ്പാവന്റെ തമീമിന് ഇഷ്ടപ്പെട്ടെന്നാ പറയുന്നത്. പിന്നെ അവിടെ പോയി തൊട്ടിലെല്ലാം കറങ്ങുന്നുണ്ട്. മാളിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ബീഫ് മടന്നെന്ന് പറഞ്ഞ് തട്ടട കഴിക്കാൻ വന്നവന്മാര്, പക്ഷെ ബീഫ് ഇല്ലാതെ പറ്റുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, 2-3 പ്ലേറ്റ് ബീഫ് ഓംപ്ലേറ്റ് എല്ലാം അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സന്തോഷമാകും. കഴിച്ചെല്ലാം കഴിഞ്ഞപ്പോ സൽമാൻ പറഞ്ഞു ഞാൻ ബില്ല് കൊടുത്തോളാം. അത് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടെ കഴിച്ചേനെ. അത് അവൻ അറിയാതെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് വർത്താനം നമ്മളോട് നമ്മൾ നേരെ പേട്ടയ്ക്ക് വിട്ടു കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം കൂടെ ഹാപ്പിയായി. അപ്പൊ ഓക്കെ ബൈ.